പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ LDF-ൽ വൻ പൊട്ടിത്തെറി. പദവി കിട്ടിയില്ലെങ്കിൽ നിയമസഭയ്ക്കകത്ത് ഒറ്റയ്ക്ക് നീങ്ങാനാണ് CPIയുടെ തീരുമാനം. ഉപനേതാവ് സ്ഥാനം വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ച് ഇനി ആലോചന പോലുമില്ല എന്നാണ് CPM-ന്റെ നിലപാട്. ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന CPI-ക്കെതിരെ RJD-യും രംഗത്ത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അസാധാരണ പ്രതിസന്ധിയിലാണ് LDF. പ്രതിപക്ഷ ഉപനേതാവ് പദവി ലഭിച്ചില്ലെങ്കിൽ നിയമസഭയിൽ CPIM-നോട് എല്ലാ വിഷയത്തിലും സഹകരിക്കേണ്ടെന്നാണ് CPI-യുടെ തീരുമാനം. സർക്കാരിനോട് CPIM എടുക്കുന്ന നിലപാടിന് വ്യത്യസ്തമായ അഭിപ്രായം CPI-ക്കുണ്ടെങ്കിൽ നിയമസഭയിൽ തന്നെ അത് തുറന്നു പറയും. പ്രതിപക്ഷം വോക്കൌട്ട് നടത്തുന്ന സമയത്ത് യോജിപ്പില്ലെങ്കിൽ CPI അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങില്ല. ചുരുക്കത്തിൽ LDF-ന്റെ പിളർപ്പിന് തന്നെ അത് കാരണമാകും. ഒരധ്യായം അടഞ്ഞ അധ്യായങ്ങളല്ല. LDF രാഷ്ട്രീയം CPI പഠിപ്പിക്കാൻ വേണ്ടി ആരും ശ്രമിക്കേണ്ടതില്ല. CPIക്ക് അറിയാം ഈ LDF CPIയുടെ രാഷ്ട്രീയം തന്നെയാണ്. ഇപ്പോഴും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടുമെന്നാണോ? പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നാൽ CPI-യുടെ സമ്മർദ്ദ തന്ത്രമായിട്ട് മാത്രമാണ് CPIM ഇതിനെ കാണുന്നത്. ഇടതുമുന്നണിയിലെ കൂടുതൽ കക്ഷികൾ CPI-ക്കെതിരായി രംഗത്ത് വന്നത് CPIM-ന് ആശ്വാസവുമാണ്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള ഈ തർക്കം ഒരർത്ഥമില്ലാത്തതാണ്. നിയമസഭാ കക്ഷിയോഗം ആദ്യത്തെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ട് പോലും ചേർന്നില്ല. ഇനി എപ്പോഴാണ് കൂടുന്നത്? എല്ലാം പങ്കിടണം എന്ന് CPI സെക്രട്ടറി പറയുമ്പോൾ പങ്കിടാൻ അവരും ശീലിക്കണം. ആകാശമിടിഞ്ഞ് താഴേക്ക് വീണാലും ഉപനേതാവ് പദവി വിട്ടുകൊടുത്തിട്ടുള്ള ഒരു ഒത്തുതീർപ്പിനുമില്ലെന്നാണ് CPIM-ന്റെ തീരുമാനം. ഇതോടെ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലായി LDF. തിരുവനന്തപുരത്ത് നിന്ന് റാഹീസ് റഷീദ്, റിപ്പോർട്ടർ.